ഹലോ, എൻ്റെ പേര് മുകുന്ദൻ. ഞാൻ കാഞ്ഞിരമറ്റം സ്വദേശിയാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കാഞ്ഞിരമറ്റം കീച്ചേരി സ്കൂൾ, ഡോക്ടർ സ്കൂൾ, കാഞ്ഞിരമറ്റം സെൻറ്റ് ഇഗ്നേഷ്യസ് സ്കൂൾ, പിന്നീട് തൃപ്പൂണിത്തുറ സെൻറ്റ് സീസ് കോളേജ്, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഭോപ്പാലിൽ എത്തി. എൻ്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഭോപ്പാലിലേക്ക് എത്തിപ്പെട്ടത്. ഭോപ്പാലിൽ ഏകദേശം ഐ തിങ്ക് 1980 ഞാൻ ഭോപ്പാലിൽ എത്തുന്നത്. ഭോപ്പാലിലെത്തി ചേട്ടൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ താമസം. അതിൻ്റെ കൂടെ എനിക്ക് 2 ഫ്രണ്ട്സ് ഞാനവിടെ ഒരു പത്രത്തിൽ ജോലി ആരംഭിച്ചു. അതിൻ്റെ കൂടെ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. സെന്നി, ഉമ്മൻ, അനിൽകുമാർ എന്ന് പറയുന്ന 2 ഫ്രണ്ട്സ്. അനിൽകുമാർ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്തിരുന്നു. സെന്നി ഓട്ടീസ് എലിവേറ്റേഴ്സ് എന്നുള്ള കമ്പനിയിൽ അന്ന് ട്രെയിനി ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 ദശാബ്ദക്കാലം ഞങ്ങൾ അവിടെ ഭോപ്പാലിൽ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെ മെമ്മറബിളായിട്ടുള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ മറക്കാൻ പറ്റാത്ത ഒരു ലൈഫായിരുന്നു അത്. ഞങ്ങൾ 3 പേരെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ചേട്ടൻ്റെ കൂടെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെ ആയിരുന്നു. ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഓഫീസ് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ പത്രത്തിലായിരുന്നാലും രാത്രിയിലും നമുക്ക് അത്യാവശ്യം വർക്കുള്ള ജോലിയായിരുന്നു. അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെന്നി ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിലോട്ട് വരും. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ആ ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ. അപ്പോൾ അതുപോലെയുള്ള മീൻസ് വളരെ എൻജോയ് ചെയ്ത ഒരു ജീവിതമായിരുന്നു അത്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് രാത്രികൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു. രാത്രി എല്ലാ ചെറുപ്പക്കാരും ചെയ്യുന്ന രാത്രി ചീട്ടുകളി, അതുപോലെയുള്ള ഇതുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമയത്താണ് ഭോപ്പാലിൽ ഗ്യാസ് ട്രാജഡി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ December 2-3 നൈറ്റിലാണ് ഉണ്ടാകുന്നത്. അന്ന് ഞാൻ 1984 ഐ തിങ്ക് 1984 December 2-3 ഉണ്ടാകുന്നത് ഗ്യാസ് ട്രാജഡി ഉണ്ടാകുന്നത്. അപ്പം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് താമസം. ബ്രദറിൻ്റെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമലി ഒരു 8-9 ആകുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് അപ്പം ഈ സെന്നിയും അനിലും ഒക്കെ താമസിക്കുന്ന ഞങ്ങളെ അടുത്തുള്ള മീൻസ് ഒരു 100 ഫീറ്റ് ദൂരത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഞാൻ വരും. അപ്പം ഞങ്ങൾ രാത്രി ഞാനവിടെ അവരുടെ കൂടെ ആയിരിക്കും രാത്രി. പിന്നെ ഞാൻ രാവിലെ വീട്ടിലേക്ക് തിരിച്ചു പോകാറാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ രാത്രി ഇങ്ങനെ പാട്ടും
മേളങ്ങളും ഒക്കെ ആയിട്ടിരുന്ന സമയത്ത് ആണ് ഈ ഗ്യാസ് ട്രാജഡി ഉണ്ടായത്. ഏകദേശം 1:30-2 മണി സമയത്താണ് ഈ ട്രാജഡി ഈ ഇത് ചെയ്യുന്നത്, ഗ്യാസ് ഇത് ചെയ്യുന്നുണ്ട്, ലീക്കാവുന്നു. അപ്പം ഞങ്ങൾ അവരുടെ കൂടെ വേറെ സെന്നി വാലിൽ താമസിക്കുന്ന ഞങ്ങൾ അവരൊരു 4-5 പേർ ഒരുമിച്ച് വരുന്ന ഒരു വീടെടുത്തിട്ട് താമസിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ 6 പേരും കൂടെ ഇരുന്ന് ഇങ്ങനെ ചീത്ത കളിച്ചിരിക്കുന്ന സമയത്താണ് ഏകദേശം ഒരു 1-1:30 മണിയായ സമയത്ത് ഈ ട്രാജഡി ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ഇതുണ്ടായി, കണ്ണിനൊക്കെ ഒരു കുറച്ച് ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ വെളിയിൽ റൂം തുറന്ന്, നല്ല ചില്ലിങ് കൊള്ളുള്ള സമയമാണ്. അപ്പം ഞങ്ങൾ വെളിയിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പീപ്പിൾ വെർ റണ്ണിങ്, എന്താ പറയുക, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടനെ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ നീറാൻ തുടങ്ങി. ഞങ്ങളുടനെ തന്നെ അകത്ത് പോയി. അപ്പം ഞങ്ങളുടെ നിയർ ബൈ എന്താ പറയുക, ഡോർ നെയ്ബർ എന്ന് പറയുന്ന ഒരു മത്തായി സാറുണ്ടായിരുന്നു. ഹി വാസ് വർക്കിംഗ് ഇൻ യൂണിയൻ കാർബൈഡ് ദാറ്റ് ടൈം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനിയനുണ്ട്, റെഞ്ചി. അദ്ദേഹം ഞങ്ങളെ ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഉടനെ തന്നെ മത്തായി സാറിനോട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ മത്തായി സാർ പറഞ്ഞു, ഇറ്റ് മേ ബി എന്താ പറയുക, ഗ്യാസ് ലീക്കേജ് ഫ്രം യൂണിയൻ കാർബൈഡ്. അപ്പോൾ അതങ്ങനെ ഒരിക്കും ഒരുപക്ഷെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, യു സ്റ്റേ ഇൻസൈഡ്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇത് കഴുകിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ കുറേ നേരം കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സണ്ണി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, എടാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ചിലപ്പോൾ എല്ലാവരും കൂടെ തട്ടിപ്പോവും, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വെളിയിൽ പോവാം. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പത്രത്തിൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് മത്തായി സാറിൻ്റെ കമ്പനിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇന്നപോലെ MIC മീത്തൈൽ സയനൈഡ് എന്ന് പറയുന്നൊരു ഗ്യാസ് അവിടെ നിന്ന് ലീക്കായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ശ്വസിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അത്ര അവബോധം അന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സണ്ണി ഹി വാസ് ന്യൂലി മാരീഡ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, എടാ നമുക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ 6 പേരും കൂടെ തട്ടിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് അവർ അപ്പം മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 മോട്ടോർ സൈക്കിളിൽ ഞങ്ങൾ 6 പേരും കൂടെ ഞങ്ങൾ വെളിയിലിറങ്ങി റോഡ് ഓടിച്ചു. ഞങ്ങളൊരു 10-15 കിലോമീറ്ററോളം ഇത് ഉബൈദുള്ള ഗഞ്ച് റോഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുന്ന പാനിക് സ്ട്രിക്കനായിട്ട് ആളുകളിങ്ങനെ വളരെ ഇതായിട്ട് റോഡ് നിറഞ്ഞിങ്ങനെ പലായനം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താ പറയുക, അതുപോലെ ഇത് ചെയ്തു. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചില്ല ഇതൊരു ലെത്തലായിട്ടുള്ളൊരു ഇതാണെന്നുള്ളത് ഞങ്ങൾക്ക് അത്ര ബോധമില്ല. ഞങ്ങൾ അവിടെ ഒരു 4-5 മണി വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ 6 പേരും കൂടെ ബൈക്കിൽ ഞങ്ങൾ ആ കമല പാർക്ക് വഴി വന്ന് ജാഗരവാദ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ താലാവ് ഇതിൻ്റെ ഭോപ്പാലിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്ന താലാവാണ് ഭോപ്പാൽ താലാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഭോപ്പാൽ താലാവ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ വെർ ജമ്പിങ് ഇൻ വാട്ടർ. അപ്പോൾ ഈ കൂടുതൽ ഇത് അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇത് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. ഒരു 5 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു വന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ആള് മരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ ഇതിൽ ഇതായെന്നുള്ളു. പിന്നെ ഞങ്ങൾ വീടിനകത്ത് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ കുറേ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ പോയി, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 1:30 ആയപ്പോൾ പിന്നീട് ഗ്യാസ് ലീക്കായി എന്നും പറഞ്ഞൊരു റൂമറുണ്ടായി. അത്
പക്ഷേ വൈകിട്ടായി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ ഹെവി കാഷ്വാലിറ്റി ഇതിൽ ഉണ്ടായി. എന്താ പറയുന്നത്, ഒത്തിരി ആൾക്കാർ ഈ ഇതിൻ്റെ ട്രാജഡിയിൽ ഇത് മരിച്ചു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഒത്തിരി ലൈഫ് സ്റ്റോക്കും എല്ലാം ഒത്തിരി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങളന്ന് ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഓഫീസുകളെല്ലാം അടച്ചു. പത്രത്തിൻ്റെ ഓഫീസായിരുന്ന കാരണം ഞങ്ങൾക്ക് ഓഫീസിൽ പോകേണ്ടി വന്നു. ഞങ്ങൾ ഓഫീസിൽ പോയി. അപ്പോൾ അന്ന് ഇത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാഷ്വാലിറ്റി ഇങ്ങനെ ഓരോ ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഏകദേശം 10,000, 15,000, 20,000 എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പേഴ്സണലി 1-2 പ്രാവശ്യം അവിടെ മെഡിക്കൽ കോളേജ്, ഗാന്ധി മെഡിക്കൽ കോളേജ്, ഗാന്ധി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുന്ന ഡെഡ് ബോഡീസ് എന്താ പറയുക, ഡെഡ് ബോഡികൾ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെള്ളം പതിപ്പിച്ച് ഇങ്ങനെ കിടക്കുന്ന പല സീനുകളും അതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരിക്കലും ഇത് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ ഇതുകളൊക്കെ ആയി. പിന്നെ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ നിർണായകമായിട്ടുള്ളൊരു സംഭവം, മീൻസ് ഇതൊന്നൊരു ട്രാജഡി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പിന്നെ നേരത്തെ ലേറ്റർ സ്റ്റേജ്, പിന്നീട് ഞങ്ങൾ പിന്നെ ജീവിതം അങ്ങനെ ഇതായിട്ടൊക്കെ ഇതായി. അത് കഴിഞ്ഞ് സെന്നി ഇത് ചെയ്തു. ഞങ്ങൾ സെന്നിയെ അപ്പാണ് സെന്നി വീട് വേറെ സെപ്പറേറ്റ് മാറി. അവിടെ ഇതുണ്ടായിരുന്ന ഇതുകളൊക്കെ എന്താ പറയുക, കൂടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സെല്ലാം പലരും പല ജോലികളായിട്ടും പല സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോൾ സെന്നി സെപ്പറേറ്റ് റൂം എടുത്തു. അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോകുമായിരുന്നു. അവിടെ പോയി ഞങ്ങൾ ഇതൊക്കെ കണ്ടിരുന്ന അവിടെയാണ്. എന്താ പറയുക, നമ്മുടെ വേൾഡ് കപ്പ്, ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ജയിക്കുന്നതൊക്കെ ഞങ്ങളവിടെ സെന്നിയും ഞാനും അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ ഉള്ള ഇതുണ്ടായിരുന്നു. അതിന് വളരെ ഏകദേശം 17 ദിവസത്തോളം ഭോപ്പാൽ കർഫ്യൂവിൻ്റെ അണ്ടറിലായിരുന്നു. ആ സമയത്തൊക്കെ വളരെ ജീവിതം വളരെ എന്ന് പറഞ്ഞാൽ അവിടെ ലൈഫ് വളരെ സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പത്രപ്രവർത്തകരായിരുന്ന കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. സെന്നിയാണെന്നുണ്ടെങ്കിൽ സെന്നി എലിവേറ്റേഴ്സിൻ്റെ ഇതായ കാരണം എമർജൻസി ഡ്യൂട്ടി ഉള്ള ആളാണ്. അപ്പം ഞങ്ങൾ 3 പേരും രാവിലെ ഇതൊക്കെ ഇറങ്ങും. അതിനും ആ സമയത്ത് ഞങ്ങൾക്ക് വളരെ ഇതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ വളരെ എന്താ പറയുക, ഭാഗ്യം കൊണ്ട് വളരെ പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം കർഫ്യൂ ഒക്കെ ഉള്ള സമയത്തൊക്കെ അപ്പോൾ ഈവൻ ദോ വി ഹാഡ് എന്താ പറയുക പാസും ഇതുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുണ്ടായിട്ടുണ്ട്. ആ സമയത്തും നമ്മൾ കുറേ ഇതുകൾ എന്ത് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ കത്തിക്കുക, എന്താ പറയുക, ഇതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക നിഷ്ഠൂരമായ പല ഇൻഹ്യൂമൻ എന്താ പറയുക ഇൻഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഇൻഹ്യൂമൻ റൈറ്റ്സ് അതൊക്കെ ജീവിതത്തിൻ്റെ വളരെ വേദനാജനകമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അതും നമ്മൾ അതിജീവിക്കേണ്ടി വന്നു.
അന്നൊക്കെ കടകളൊന്നും തുറക്കില്ല. അന്ന് ഞാനും മാനിലും കൂടെയൊക്കെ അവിടെ, കാരണം ഞങ്ങൾ താമസിക്കുന്ന ഏകദേശം 450 വീടുകളുടെ കോളനിയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കൊച്ചുകുട്ടികളും പാല് കുടിക്കുന്ന കുട്ടികൾ, അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങി പോയി അവിടെ മദർ ഡയറി ഉണ്ട്, അവിടെ പോയി പാല് വാങ്ങിയിട്ട് വരുമായിരുന്നു. പാല് വാങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ ഇതുള്ള ആൾക്കാരുടെയൊക്കെ വീട്ടിൽ ഞങ്ങൾ പാല് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതുകളൊക്കെ ഞങ്ങളന്ന് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നീട് എന്താ പറയുക, അതൊരു നമ്മുടെ ഒരു 16 വർഷം, ഞാൻ 96 ഞാൻ ഭോപ്പാൽ വിടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ നിർണായകമായ കുറേ വർഷങ്ങൾ ഭോപ്പാലിൽ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. അതിൽ എന്നെ അന്നും ഇന്നും എന്ന് പറഞ്ഞാൽ 80 മുതൽ ഇപ്പം 44 വർഷമായി എൻ്റെ എന്താ പറയുക, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതും എന്താ പറയുക ഇതായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ, സെന്നി, അനിൽ, പിന്നെ ഫ്രാൻസിസ്, പിന്നെ നമ്മൾ ഒത്തിരി സണ്ണി, സുമോദ്, ഷാജി, പിന്നെ നായരിയേട്ടൻ എന്ന് പറയുന്ന രാമചന്ദ്രൻ, പിന്നെ ഒരു പിള്ളച്ചേട്ടനുണ്ടായിരുന്നു. അതൊക്കെ കുറേ പിള്ളച്ചേട്ടൻ ഇപ്പം ഇന്നില്ല, അദ്ദേഹം ഇന്ന് പിള്ളച്ചേട്ടനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര, ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇതുള്ളൊരു ഇതായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ടെക്സ്റ്റൈൽസിൽ രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. പിന്നെ മുരളി അവിടെ വളരെ ഇതായിട്ട് എന്താ പറയുക, കാസറ്റും അതും ഇതുമൊക്കെയുള്ള ആ കാലത്തൊക്കെ ഈ സി ഡി പ്ലെയറും ഇതുമൊക്കെ ഉള്ള സമയമാണ്. സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസറ്റ്, VCP ഒക്കെ ഉള്ള സമയങ്ങളായിരുന്നു. അപ്പോൾ മുരളി, പിന്നെ എന്തെല്ലാം ജയൻ, അങ്ങനെ കുറേ ബാബു, ഒരു യൂണിക് ക്യാരക്ടറുണ്ട് ബാബു എന്ന് പറയുന്നത്. അദ്ദേഹം അവിടുത്തെ എന്താ പറയുക ഡയറി, സ്റ്റേറ്റിൻ്റെ ഡയറി ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം, ഞങ്ങൾ പല രാത്രികളിലും രാത്രികളിൽ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ എന്താ പറയുന്നത്, ആ ഫീലിംഗ്, ആ നൊസ്റ്റാൾജി, ആ ഫീലിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര, രാത്രി മുഴുവൻ ഇങ്ങനെ പാട്ടും ഇതുമൊക്കെ ആയിട്ട് ഭയങ്കരമായി ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. ബാബുവൊക്കെ വളരെ ആ സമയത്താണ് ഇതികൾ അന്ന് കുറേ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ട് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ഉണ്ടാകുന്നതും. പിന്നീട് കുറേ സീനിയർ, നമ്മളെക്കാളും കുറേ സീനിയറായിട്ടുള്ള അശോകൻ ചേട്ടൻ, ജോസ് കോട്ടൂർ, അതുപോലുള്ള കുറേ പടികാജി, പിള്ള സാറ്, പ്രഭാകരൻ, ആൻ്റണി, സത്യൻ, അങ്ങനെ ബാബു, അങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് അവിടെ ഇത് ചെയ്യാനൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് ആലോചിച്ച് പ്ലോട്ട് ചെയ്തൊരു സാധനമാണ് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ എന്ന് പറയുന്ന ഇത്. അതിപ്പോൾ ഇന്നൊരു തർക്ക വിഷയമായിട്ടിരിക്കുകയാണ്. അതിപ്പോൾ അതിൻ്റെ ഇലക്ഷനിൽ ഉടനെ നടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടർ മെമ്പറാണ്, അതിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. അതിൻ്റെ കുറേ, ഞാൻ ഭോപ്പാൽ വിടുന്നവരെ അതിൻ്റെ ഒരു ഓഫീസ് ബെയറായിരുന്നു. അങ്ങനെ കുറേ ഗ്യാസ് ട്രാജഡി സമയത്തും അതിൻ്റെ കുറേ ആക്ടിവിറ്റീസും അതിൻ്റെ കുറേ ചാരിറ്റി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത് പിന്നെ ആസ് യൂഷ്വൽ വളരെ ഇതായിട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള
എന്ന് പറയുന്നത് സാധാരണ ഇത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മളെ ഇൻവോൾവ്മെന്റ് നമ്മളെ ഇത് ഞങ്ങൾ ഇത് ചെയ്തിരുന്നു. പക്ഷെ പലരും ജീവിതത്തിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. പക്ഷെ ഇപ്പോൾ സെന്നി എന്ന SP ഉമ്മൻ അദ്ദേഹം അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ ഇതായിരുന്നു. അത് കഴിഞ്ഞ് സെന്നി ഇങ്ങോട്ട് ബോംബെക്ക് പോയി. ഞാനത് കഴിഞ്ഞ് 96 കഴിഞ്ഞ് ഞാൻ നാഗ്പൂരിന് വന്നു. അനിൽ അവിടെ ഉണ്ടായിരുന്നു. അവൻ ഇതിലായിരുന്നു, എന്താ പറയുക, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോരുമ്പോഴത്തേക്ക് അനിൽ അവിടെ ഉണ്ട്. സെന്നി ബോംബെക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ് ദുബായിക്ക് പോയി. അത് കഴിഞ്ഞ് നൗ ഈസ് ഇൻ US. പിന്നെ ഞാൻ 96 മുതൽ 2000 വരെയും നാഗ്പൂരായിരുന്നു. നാഗ്പൂരും പത്രത്തിലായിരുന്നു. അത് കഴിഞ്ഞ് 2000 ഞാൻ ഐ ജോയിൻ ഇൻ കൊച്ചി തിരുവനന്തപുരം 2000 വന്നു. അത് കഴിഞ്ഞ് 2000 തന്നെ ഞാൻ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ കൊച്ചിക്ക് ട്രാൻസ്ഫറായി. കൊച്ചിയിലായിരുന്നു പിന്നീട് 2009 വരെയും 2009 വരെയും കൊച്ചിയിൽ എക്സ്പ്രസ്സിലുണ്ടായിരുന്നു. ദെൻ ഐ വെൻറ്റ് ടു മസ്കറ്റ്, അവിടെയും പത്രത്തിലായിരുന്നു. 2017 വരെയും അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. ഇപ്പോൾ നാട്ടിലാണ് ഇപ്പോഴത്തെ മാസം. നാട്ടിൽ വന്നു. പിന്നെ നമ്മളെ ബ്ലഡിൽ ഉള്ളതുപോലെ നമ്മൾ ഇപ്പോഴും കുറേ സോഷ്യൽ ആക്ടിവിറ്റീസും അല്പരാഷ്ട്രീയവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇപ്പോൾ അവിടുത്തെ നാട്ടിലാണ്. സാമൂഹിക പ്രവർത്തനമുണ്ട്, അല്പസ്വല്പം രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം പോകുന്നു. എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.